ഷാജിക്ക, നമ്മുടെ സമസ്തക്കാർ സുന്നികൾ നമ്മുടെ തങ്ങൾക്കെതിരെ ചെറിയതെന്തോ പറഞ്ഞതായിട്ടൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഷാജിക്കാക്ക് പറയാനുള്ളത്? കാരണം പാണക്കാട് കുടുംബത്തിനാണ് ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേറ്റിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എല്ലാവരോടാണ് മനസ്സിലാണ്ടല്ലോ ഞങ്ങൾക്ക്. ട്രൗസർ കീറും. അതാണ് പാണക്കാട് തങ്ങന്മാർക്കെതിരെ കളിക്കാൻ വന്നാൽ നിങ്ങൾ ആ ട്രൗസർ കീറും. മനസ്സിലാക്കിക്കോളി നിങ്ങൾ. അല്ല ഷാജിക്ക, ഇപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളിയും ടീമും തങ്ങളുടെ കോരം കത്തിച്ചു. പച്ച തെറിയ പറയുന്നത്. തങ്ങളെയൊക്കെ എന്മാര് തെറിയ തങ്ങളൊക്കെ പറയുന്നറിയോ? തങ്ങളെ മാത്രമല്ല, ലീഗിനെ മൊത്തം പറയുന്നത് ലീഗ് വർഗീയ പാർട്ടിയാണ്, മതാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ലീഗ്. നിങ്ങളെയും പറയുന്നുണ്ട്. നിങ്ങളെയാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഷാജി വെറും നാരിയാണ്. മതം 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഷാജി. ദുബായിലൊക്കെ പോയാൽ ഷാജിയുടെ പ്രസംഗം കേൾക്കണം. തനി പാകിസ്ഥാൻ രീതിയാണ്, അവൻ്റെ ബോഡി ലാംഗ്വേജും അങ്ങനെയാണ്, സംസാരം അങ്ങനെയാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. നിങ്ങളുടെ പേരെടുത്തിട്ടാണ് അവർ പറയണത്. ഷാജിനെ വെറുതെ വിടൂല എന്ന് പറഞ്ഞത്. തങ്ങളെ കോരം കത്തിക്കണോ, തങ്ങൾക്കെതിരെ തെറി പറയുന്നു, കൈ പൊട്ടും എന്നൊക്കെ പറഞ്ഞു. എന്തപ്പം നമുക്ക് പറയാനുള്ളത്? നമ്മൾ അങ്ങനെ വിടാം. അന്ന് സംസ്ഥക്കാരോട് നമ്മൾ പറഞ്ഞല്ലേ ട്രൗസർ ഊരിയിട്ടേ കളി നിർത്തുള്ളൂ പറഞ്ഞല്ലേ. നമ്മൾ ഇവിടെ ട്രൗസർ ഊരിയാൽ പോരാ, ഇവിടെ കൗത്ത് പൊട്ടണം. നമ്മൾ കുറേ അന്ന് കൊന്ന് തള്ളിയിട്ടില്ലേ? നമ്മൾ ഇത്ര ഉസ്താദ്മാരെ നമ്മൾ കൊന്ന ആൾക്കാരാ? അല്ല പിന്നെ നമുക്ക് വിലയേറുമോ? കുണ്ടൂർ ഉസ്താദിൻ്റെ മകൻ കുഞ്ഞുവിനെ നമ്മൾ റമദാൻ രാവിനെ 27 രാവിനല്ലേ തലക്കടിച്ചാണ് കൊന്നത്. കമ്പിപ്പാര കൊണ്ട് തല കുത്തിപ്പൊളിച്ചിട്ടാണ് കൊന്നത്. എന്തിനാ മക്കളെ ഞങ്ങൾ എന്നെ തല്ലണെന്ന് ചോദിച്ചപ്പോൾ നായിൻ്റെ മോനെ ഞങ്ങളെ കൊടി കെട്ടാനാണെന്നാണ് പറഞ്ഞത്. എൻ്റെ തലമ്മ ഞങ്ങളുടെ കൊടി കെട്ടാനാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഹൗദിലിട്ട് ചവിട്ടി താത്തിയിട്ടല്ലേ നമ്മൾ കൊന്നത്. അങ്ങനത്തെ നമുക്ക് വലിപ്പേറുമോ? അല്ല പിന്നെ പറയുങ്ങൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ വിമർശിക്കുന്നതിനോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കോലം കത്തിക്കുന്നതോ വലിയ അപരാധമായും മഹാപ്രശ്നമായും അതിനെ ഒരു തരത്തിലുള്ള കുഴപ്പമായിട്ട് എടുക്കാൻ ഞങ്ങൾ എന്താ ഷാജിക്ക നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്താ നമ്മൾ വെറും നാക്കാലിയാക്കല്ല ഷാജിക്ക. അപ്പൊ അന്ന് സമസ്തക്കാർ പറഞ്ഞപ്പോ തങ്ങള് രാഷ്ട്രീയക്കാരനല്ലേ അല്ലായിരുന്നോ? അന്ന് സമസ്തക്കാരൻ പറഞ്ഞപ്പോ സമസ്തക്കാർ ഉസ്താദ്മാര് എന്തോ പറഞ്ഞപ്പോ മൂപ്പര് രാഷ്ട്രീയക്കാരനല്ല. ഇപ്പോ തങ്ങള് രാഷ്ട്രീയക്കാരനാ. എന്തായാലും ഉസാറായിട്ടുണ്ട്. നിങ്ങളാ മന്ത്രിപദമൊക്കെ കിട്ടിയിട്ടേ അവിടെ ഇരുന്ന് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന മന്ത്രി കസേലയിലേ ഒതുങ്ങിയിരുന്നിട്ടേ 10 റുപ്യ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മനസ്സിലായി. മുണ്ടാൻ പോണ്ട. ഉസ്താദ്മാർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർക്കെതിരെ പറഞ്ഞാൽ നല്ല പണി കിട്ടും, 8ന്റെ പണി കിട്ടും. അപ്പോൾ നമ്മൾ തൽക്കാലം തങ്ങൾക്ക് അത്ര സ്ഥാനം കൊടുക്കണ്ട, തങ്ങൾക്ക് അത്ര ബഹുമാനം എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ ഉസ്താദ്മാർ തങ്ങന്മാരെ പറഞ്ഞാൽ ഒരാ ട്രൗസർ വരണം. നമ്മളെ ഷാഫിക്കാക്ക് എന്തോ പറയണ്ടല്ലോ. ഷാഫിക്ക എനിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരൊന്നല്ല ഞങ്ങൾ. ഒന്ന് മനസ്സിലാക്കിക്കോ. വല്ലാതെ കളിക്കണ്ട. നിങ്ങളെ രക്ഷിക്കാൻ ഒരു CPIമാരും കഴിയില്ല. ഞങ്ങളെ യുവാക്കളെങ്ങാനും ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് എവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾക്ക് നിങ്ങൾ കേക്ക് ഷാജിക്ക. നിങ്ങൾ പോരാ. നമ്മളെ ഷാഫിക്ക പറഞ്ഞ കേട്ടങ്ങൾ സമസ്തയുടെ സ്റ്റേജാണെന്നൊന്നും നോക്കൂല. കയറി വന്ന് ഞങ്ങളെ യുവാക്കൾ കയറി വന്നാണ് നിരങ്ങി കഴിഞ്ഞാൽ ഉസ്താദ്മാരെയൊക്കെ കൊടലും പണ്ടം പുറത്ത് കിടന്നാണ് നമ്മളെ ഷാഫിക്ക പറയണത്. അല്ല പിന്നെ അങ്ങനെ വളഞ്ഞിപ്പോ ഷാഫിക്ക എന്തോ ഒരു മിനിറ്റ് ഒന്നും കൂടെ എന്തോ പറയാൻ. കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ട്, സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട്. അവർ ഏത് രീതിയിലാണ് പെരുമാറാന്ന് പറയാൻ പറ്റില്ല. ക്ഷമിക്കുന്നതിന് വളരെ അതിന് വളരെ പരിധിയുണ്ട്. അത് സമസ്തയിലെ ഉസ്താദ്മാർ അല്ല പിന്നെ നമ്മക്ക് എന്ത് വെച്ചുക്കണം? ഞമ്മക്ക് ആരാബല് ഈ മൊയ്ലിയാക്കന്മാരാരാ? ഞമ്മക്ക് ക്ഷമക്കൊരതിരുണ്ട്. പാണക്കാട് തങ്ങന്മാരെങ്ങാനും പറഞ്ഞാല് അത് ഏതവനായിക്കോട്ടെ, ഷാജിക്ക പറഞ്ഞ പോലെ എല്ലാവരോടും കൂടിയാ പറയുന്നത്, തീർത്ത് കളയും നമ്മൾ. പക്ഷെ അത് കുറച്ച് സെലക്റ്റീവായ ആളുകളാവണം എന്ന് മാത്രം. അഥവാ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് ഹാലിളകും. ബാക്കിയുള്ളവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് രാഷ്ട്രീയമല്ലേ. അപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരാ. അപ്പം ഞങ്ങൾ തങ്ങന്മാരും ആജ്യന്മാരൊന്നല്ല, ഞങ്ങൾ രാഷ്ട്രീയക്കാരാ. മൈൻ കാക്കാക്ക് എന്തോ പറയാനുണ്ടല്ലോ. പറയും മൈൻ കാക്ക. പാണക്കാട് തങ്ങൾ സംസ്ഥാന ലീഗിന്റെ പ്രസിഡന്റാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മാത്രമല്ല മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല കേരളീയ പൊതുസമൂഹവും ഏറെ ആദരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ അവമതിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളായ ഞങ്ങളൊക്കെ അതിന് ബാധ്യസ്ഥരാണ്, തയ്യാറുമാണ്. ഇക്കാര്യത്തിൽ ഷാഫി മറുപടി പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവരും കൂടി മറുപടിയാണ്. അതാണ് ഒരാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളതാണ് ഷാഫിയൊക്കെ പറഞ്ഞത്. ഞങ്ങളോട് കളിച്ചാലേ ഞങ്ങളെ മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തം നേതാവാണ് തങ്ങളെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അന്ന് ഹൈദർ അലി തങ്ങളുടെ മകനെ തെറി പറഞ്ഞതോ, അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി പറയും. ഹൈദർ അലി തങ്ങളെ കുഞ്ഞാലിക്കുട്ടർ അനിയായി പെരൻ്റെ ഉള്ളിൽ നിന്ന് മീഡിയയുടെ മുമ്പ് തെറി പറഞ്ഞതല്ലേ? ഈ സംഭവം അല്ലേ പറയുന്നത്?
ലീഗിന്റെ ഇതാണ് കുന്ത്രണം പറയുന്നത് ആടിച്ചിട്ടുണ്ടല്ലോ അറിയാറ്റാണ് ഈ ആരോഗ്യം എല്ലാവർക്കറിയോ ഈ ആരോഗ്യം എല്ലാവർക്കറിയാം അത് ഞാൻ ഇവിടെ പദസമ്മതി പറയണ്ട ഈ ആരോഗ്യം എല്ലാവർക്കറിയാം കൂട്ടണിക്ക് വർത്തമാനം പറയണം അഞ്ചു പറയണ ഞാൻ എന്നിട്ട് മൂപ്പര് കുഞ്ഞാലിക്കുട്ടി എല്ലാവർക്കും കഴിയില്ല എല്ലാവരും എന്നിട്ട് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിനെ കുറ്റം പറയാ മറ്റുള്ളവരെ പാർട്ടിനെ കുറ്റം പറയാൻ പാടില്ല നീ മനസ്സിലാക്കിയോ പുറത്തെല്ലാം കയ്യിലാക്കി പാർട്ടിനെ കുറ്റം പറയുന്നത് ചന്ദ്രികന്റെ വിഷയത്തിൽ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു മീഡിയാസിന്റെ മുമ്പ് നീ തെറി പറഞ്ഞു. അത് ഞങ്ങൾ തെറി പറയും, ഞങ്ങളെ തങ്ങന്മാരെ ഞങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ പറയാം, സമസ്തക്കാർ പറയാൻ പാടില്ല. ഞങ്ങളെ തങ്ങളെ ഞങ്ങൾക്ക് തെറി പറയാം, വെള്ളാപ്പള്ളിക്കും തെറി പറയാം. പക്ഷെ നിങ്ങൾ പറയാൻ പാടില്ല. വെള്ളാപ്പള്ളി ഞങ്ങളെ ഓരൊക്കെ കത്തിക്കും, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ അപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, ഞങ്ങൾ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. നിങ്ങൾ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരല്ല. ആ പരിപാടി ആ പരിപ്പ് ഈ കാലത്തിൽ വേവൂല. അല്ല പിന്നെ കലായിക്കാക്ക അവിടെ നിന്നോളി. ഇനിയിപ്പോൾ നിങ്ങളെ ഒന്നും പറയണ്ട, അത്യാവശ്യത്തിനായി. എല്ലാവരും കൂടി പറഞ്ഞിട്ട് എന്തായാലും ഉസാറായിക്കണം. ഇനി 5 കൊല്ലം കഴിയുമ്പോൾ എന്തെല്ലാം കാണേണ്ടി വരുമോ ആവോ. തമ്പുരാൻ കാക്കട്ടെ. ഇതൊക്കെ കണ്ടിട്ട് സുന്നികളായിട്ടുള്ള സമസ്തക്കാരെ ഞങ്ങളെ നെന്നത്ത് കയറാന്ന് വിചാരിച്ചിരിക്കണ്ട കേട്ടോ. വെള്ളാപ്പള്ളിക്ക് കിട്ടിയ ഔദാര്യൊന്നും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ തങ്ങളെ ഞങ്ങളെയും പറയാൻ വന്ന നിങ്ങളെ പൂട്ടും ഞങ്ങൾ കേട്ടോ. അല്ല, ഇതൊക്കെ പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞോണ്ടല്ലോ, ഓനൊരു പഹേനാ. ഓനെ തൊട്ടാൽ 7 വട്ടം കേൾക്കണം, 7 വട്ടം കേൾക്കണം. ഓനെപ്പോലത്തെ ആളുകളായിട്ട് നിങ്ങൾ അടുക്കാതിരിക്കണ തന്നെ നിങ്ങൾക്ക് നല്ലത്. കാരണം കണ്ണും മൂക്കും നോക്കൂലെന്നേ, നാല പുതിര തല്ലിട്ടും. പിന്നെ ഈ മന്ത്രിസ്ഥാനമൊക്കെ വെറുതെ വയ്യാവേലിക്ക് നിൽക്കണം. എന്നാൽ ആയിക്കോട്ടെ, അപ്പം നമുക്ക് കാണാം. ഇനി അടുത്ത സുന്നി സമ്മേളനത്തിന് നമുക്ക് കാണാം. സമസ്തയുടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ 4 വർത്താനൊക്കെ പറയാൻ